അമീബിക് മസ്തിഷ്ക ജ്വരം 97% മരണം വിതക്കാവുന്ന വളരെ അപകടകരമായ രോഗം. വളരെ ദുഃഖകരമായ ഒരു വസ്തുതയാണ് നമ്മുടെ നാട് താമരശ്ശേരിയിൽ നിന്ന് ആ ഒരു പെൺകുട്ടിയുടെ മരണത്തിലൂടെ നമുക്ക് കേൾക്കാൻ പറ്റിയത്. ആ ഒരു പിതാവിൻ്റെ ദുഃഖം കോപമാവുകയും ആ കോപം അവിടെയുണ്ടായിരുന്ന ഡോക്ടറെ ആക്രമിക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്തപ്പോൾ അവിടെ നമ്മുടെ സമൂഹത്തിന് രക്തസ്രാവം സംഭവിക്കുകയാണ്. ഡോക്ടർ ദൈവമല്ല എന്നുള്ള വസ്തുത പലപ്പോഴും നമ്മൾ മറന്നു പോവുക. വൈകാരികമായി പ്രതികരിക്കുന്നൊരു നിമിഷത്തിൽ മനുഷ്യന് സ്ഥലകാല ബോധം നഷ്ടപ്പെടുമ്പോൾ, മനുഷ്യന് എങ്ങനെ പ്രതികരിക്കണമെന്ന് ഉള്ള യുക്തമായിട്ടുള്ള മനസ്സ് ഇല്ലാതാവുമ്പോൾ, പിന്നീട് അതിനുണ്ടാകുമ്പോൾ ഭവിഷ്യത്തുകൾ തിരിച്ചറിയാതെ പോകുമ്പോൾ വല്ലാത്തൊരവസ്ഥയാണ്. ഒരു മെഡിക്കൽ ഡോക്ടർ സംഭവിച്ചിടത്തോളം ഇതുപോലുള്ള മുഹൂർത്തങ്ങളെ ഓരോ ദിവസവും അഭിമുഖീകരിക്കേണ്ട ഒരു സാഹചര്യമാണ്. പലപ്പോഴും ഒരു മാസത്തോ മരണത്തിനെങ്കിലും നമ്മളൊക്കെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ സാക്ഷിയാവാറുണ്ട്. ആ മരണത്തിൻ്റെ ഓരോ നിമിഷവും ആ പ്രിയപ്പെട്ടവരിൽ വേദനകളുണ്ടാവും, ശക്തമായ ദുഃഖങ്ങളുണ്ടാവും. ഇതുവരെ ജീവിച്ച സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിത നിമിഷത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടാവും. ആക്രമിക്കപ്പെടാൻ അല്ലെങ്കിൽ അവിടെ പരിഭ്രാന്തരാവാൻ, ദേഷ്യം പിടിക്കാനുള്ള സാഹചര്യങ്ങൾ കടന്നു വരും. ഈ സാഹചര്യത്തിലൊക്കെ നമ്മൾ ആത്മസംയമനം പാലിപ്പിക്കേണ്ടതുണ്ട്, മനസ്സിനെ പിടിച്ചു നിർത്തേണ്ടതുണ്ട്. ആക്രമണമല്ല ഒരു നഷ്ടപ്പെട്ട ജീവനുള്ള സൊല്യൂഷൻ. ഡോക്ടർ ഒരു ദൈവമല്ല, മനുഷ്യരാണ്. ഒരു ജീവനും നഷ്ടപ്പെടാൻ ഒരു ഡോക്ടറും ശ്രമിക്കില്ല. എങ്ങനെയെങ്കിലും ആ മനുഷ്യനെ ജീവനിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമായിരിക്കും ഡോക്ടർ നടത്തുന്നത്. ആ ഒരു ശ്രമത്തിനിടയിൽ ദൈവവിധി വന്നു കഴിഞ്ഞാൽ തടയാനും ഒരാൾക്കും പറ്റില്ല. ആക്രമണം ഒരിക്കലും നീതി കൊണ്ട് തരില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതൊരിക്കലും ന്യായം കൊണ്ട് തരില്ല. അത് ചികിത്സയും മനുഷ്യബോധവും തമ്മിലുള്ള ആ ഒരു വിള്ളൽ ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഇപ്പം തന്നെ കണ്ടില്ലേ, ഒരു ഭയമാണ്. പല ഡോക്ടേഴ്സിനും ചികിത്സിക്കാൻ തന്നെ ഭയം തോന്നുന്ന സാഹചര്യങ്ങളുണ്ടാവും. ഒരുപാട് നിയമങ്ങളുണ്ട് ആശുപത്രി ആക്രമണങ്ങൾക്കെതിരെ, ഡോക്ടർമാർക്കെതിരെ ആക്രമണങ്ങൾക്കെതിരെ. നിയമങ്ങളൊന്നും പലർക്കും അതിനെക്കുറിച്ച് അറിവില്ല എന്നുള്ളതാണ് വസ്തുത. ഒരു രോഗി മരിക്കുമ്പം നിങ്ങൾക്കറിയോ, 2 ഹൃദയങ്ങളാണ് അവിടെ തരുന്നത്. ഒന്ന് രോഗിയുടെ കുടുംബവും, 2 രോഗിയെ പരിചരിച്ച ഡോക്ടറുടേതും.